എല്ലാവർക്കും നമസ്കാരം. യശയാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസികൾക്കും വളരെ ആവശ്യമായിട്ടുള്ള ഒരു വചനഭാഗമാണത്. എന്ന് വെച്ചാൽ നമ്മളുടെ മേൽ എന്തുണ്ടാകണം? യഹോവയുടെ ആത്മാവ് ഉണ്ടാകണം. അത് എന്താണ്? ആ യഹോവയുടെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് വിവേകത്തിൻ്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവാണ്, യഹോവ ഭക്തിയുടെയും ആത്മാവാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തുണ്ടാകണം? നമ്മൾക്ക് ജ്ഞാനമുണ്ടാകണം, പരിജ്ഞാനമുണ്ടാകണം, വിവേകമുണ്ടാകണം. ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം എന്താണെന്നറിയാമോ? ഈ ഓവർ ഭക്തി തലയ്ക്ക് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സാധാരണ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മളുടെ തലയിലോട്ട് കയറത്തില്ല. എന്നാൽ അങ്ങനെയല്ല, നമ്മൾക്ക് എന്തുണ്ടാകണം? ഭക്തി ഉണ്ടാകണം. ഒപ്പം എന്താണ്? യഹോവയുടെ ആത്മാവ് നമ്മളുടെ മേലുണ്ടാകണം. ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും എല്ലാം നമ്മൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പറ്റിയിരിക്കുന്ന കുഴികളിലേക്ക് നമ്മളും ചെന്ന് ചാടുവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടു. ചിങ്ങവനത്തൊരു പാസ്റ്റർ ഒരു 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 വിശ്വാസിയുടെ 40 ലക്ഷം രൂപയുമായിട്ട് സ്ഥലം വിട്ടു. 40 ലക്ഷം രൂപ ഒരാളുടെ അടുത്തുനിന്ന് മേടിച്ചതാണ്. ഇനി അതുകൂടാതെ വേറെ പാസ്റ്റർമാരടക്കം പലരുടെ കയ്യിൽ നിന്ന് 3-4 ലക്ഷം രൂപയൊക്കെ മേടിച്ചിട്ട് ഒരു വിദ്വാൻ, പുള്ളി പാസ്റ്ററാണ് കേട്ടോ, പുള്ളി സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇനി ഈ പുള്ളി ഈ 40 ലക്ഷം മേടിച്ച വ്യക്തി വേറൊരു പാസ്റ്ററിനെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞതിൻ്റെ ന്യൂസാണ്. ആ പുള്ളിയെ വിളിച്ച് സകല ഡീറ്റെയിൽസും കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ പുള്ളിയുടെ പേരൊന്നും പറഞ്ഞില്ല, പുറത്തോട്ട് വിട്ടിട്ടില്ല. കാരണം പോലീസ് മുങ്ങിയ പാസ്റ്ററിനെ പൊക്കി പുറകെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പേരൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. ഓക്കെ, നമ്മൾക്കും പേര് കിട്ടിയിട്ടില്ല. പേര് കിട്ടിയാൽ എപ്പം ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരൊന്നും സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് അവരുടെ താല്പര്യം. പേര് പുറത്തോട്ട് വിടണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ താല്പര്യം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മൾ അന്വേഷണത്തിലുണ്ട്. പേര് കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പുറത്തോട്ട് വിടും. കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരൊന്നും പാസ്റ്റർമാരുടെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുവാനായിട്ട് പാടില്ല. കാരണം അത് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവന്മാരൊന്നും എന്താ പറയുക, ഇനിയും ഇതുപോലെ ഇടയൻ്റെ വേഷം കെട്ടി നടക്കുവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ ഈ ചിങ്ങവനത്തുള്ള പാസ്റ്റർ ഒരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചു. ഓക്കെ, വളരെ പ്രശസ്തരായ ദൈവദാസന്മാരൊക്കെ അവിടെ വന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കണമെങ്കിൽ ഈ പുള്ളി ഭയങ്കര അതിവിശുദ്ധനാണെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പല സഭകളിലും വലിയ 40ഉം 21ഉം 7ഉം ഒക്കെ ഉപവാസം വെക്കും. പക്ഷേ ഉപവാസം ഇരിക്കുന്നത് വിശ്വാസികളായിരിക്കും. മിക്ക പാസ്റ്റർമാരും, അതായത് ഒരു 50% പാസ്റ്റർമാരും ഈ ഉപവാസങ്ങളൊന്നും എടുക്കാറില്ല. കാരണം അത് വിശ്വാസികളുടെ തലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വിശ്വാസികളാണ് ഫാസ്റ്റിംഗ് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇവർ അത്രയും ഫാസ്റ്റിംഗ് ഒന്നും ഇരിക്കാറില്ല. എന്നാൽ ഒരു 50% പാസ്റ്റർമാർ ഇരിക്കാറുണ്ട്. അവർ അതിനകത്തുനിന്ന് അവരും ഒപ്പം സഭയിലുള്ള എന്താ പറയുക ആത്മീയരായിട്ടുള്ള വ്യക്തികളും എന്താണ് വിടുതൽ പ്രാപിച്ചെടുക്കാറുമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരു വ്യക്തി, ആ വ്യക്തി ആ സഭയിലെ അംഗമല്ല. ആ മനുഷ്യൻ എവിടെയെങ്ങാണ്ട് കേരളത്തിന് വെളിയിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ 40 ലക്ഷം രൂപയാണ്. എന്നിട്ട് ഈ പുള്ളി എന്ത് ചെയ്തെന്നറിയാവോ? ഈ പാസ്റ്ററിൻ്റെ അടുത്ത്, എന്നാൽ ഇനി അവിടെ ശുശ്രൂഷിക്കാൻ വന്ന ഏതെങ്കിലും നല്ല ദേവദാസൻ്റെ അടുത്താണ് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ പുള്ളി എന്ത് ചെയ്തു? ആ സഭയിൽ അതായത് 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ വെച്ച പാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എൻ്റെ കയ്യിൽ ഇന്ന പോലെ ഒരു 40 ലക്ഷം രൂപയുണ്ട്, എനിക്കൊരു വീടും സ്ഥലവും ഒക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നത്. ഉടനെ ഈ പുള്ളി എന്ത് ചെയ്തു? ഒരു കള്ളച്ചക്കൊക്കെ ഡി ഡി ഒക്കെ എടുത്ത് കാണിച്ചു. എന്നിട്ട് ഈ പുള്ളിക്ക് എവിടെയെങ്ങാണ്ടുന്ന സെൻട്രൽ ഗവൺമെൻറ്റോ ആരാണ്ട് ഈ പുള്ളിക്ക് പൈസ കൊടുക്കാനുണ്ട് പോലും. ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടല്ലോ എന്നാണ് ഞാനിപ്പം ഓർക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. കാരണം നമ്മുടെ മലയാളികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാന്ന് പറയും. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക പെന്തക്കോസ്തിലും പറയും, എന്താണ്, നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിയോടെ നീങ്ങുന്നതാന്ന് പറയും. പക്ഷേ എല്ലാ ഉടായ്പിനകത്തും ചെന്ന് പെടുന്നത് ആരാണ്? നമ്മളെപ്പോലത്തെ മലയാളികളും അതുപോലെ വിശ്വാസികളുമായിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കള്ളന്മാർ പാസ്റ്റർമാരുടെ വേഷം കെട്ടി ഈ ആത്മീയ ഗോളത്തിൽ ഇങ്ങനെ വിലസത്തില്ല. കാരണം ഇവരെയൊക്കെ വളർത്തുന്നതും ആരാണ്? വിശ്വാസികൾ തന്നെയാണ്, പ്രബുദ്ധരായ വിശ്വാസികളാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
അങ്ങനെ ഈ പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. പുള്ളി ഉടനെ ഈ കള്ള DD ഒക്കെ എടുത്ത് കാണിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 40 ലക്ഷം രൂപ മേടിച്ചു. എന്ന് വെച്ചാൽ ഈ DD ഇദ്ദേഹത്തിന് സാങ്ഷനായി കിട്ടണമെങ്കിൽ അതിന് ഏതാണ്ട് ചെലവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 40 ലക്ഷം രൂപ മേടിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞാട് വിചാരിച്ച് ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് വലിയ വിശ്വസ്തനായിരിക്കുന്ന ആളല്ലേ, പറ്റിക്കത്തില്ല എന്ന് വിചാരിച്ചു കൊടുത്തു. 40 ലക്ഷം കൊടുത്തു. അങ്ങനെ കിട്ടാവുന്നത്രയും കോടികൾ സ്വരൂപിച്ചിട്ട് ഈ വ്യക്തി, അതിനകത്ത് പാസ്റ്റർമാർ വരെ വീണിട്ടുണ്ട് കേട്ടോ. പാസ്റ്റർമാർ വരെ 3-4 ലക്ഷം രൂപയൊക്കെ ഈ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഴിച്ചത് എന്ത് കാണിച്ചിട്ടാണ്? ഈ കള്ള DD കാണിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും അതിനകത്ത് വീണു. ഈ അവസാനം പുള്ളിക്ക് കിട്ടേണ്ട പൈസയൊക്കെ ആയിട്ട് പുള്ളി മുങ്ങി. ഇനി പുള്ളി പണ്ടേ വിദേശത്തോട്ടൊക്കെ കടന്നിട്ടുണ്ടാകും. ഇനി അവിടെ പോയി എവിടെ നീ പുള്ളിനെ തപ്പി പിടിച്ചുകൊണ്ട് വരാനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും പുള്ളി അതുകൊണ്ട് മുങ്ങി. പോലീസ് പുറകെയുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ സമാനമായൊരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മല്ലപ്പള്ളിയിൽ ഒരു ന്യൂ ജനറേഷൻ പാസ്റ്റർ ഇതുപോലെ ഫ്ലാറ്റുകൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇതുപോലെ കുറേ പൈസ മേടിച്ചു. അവസാനം ഫ്ലാറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ആ പുള്ളി പിന്നെ മുങ്ങിയില്ല. ആ പുള്ളി പിന്നെ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴും വീണ്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറേ വിശ്വാസികൾ, ഈ സംഭവം അറിഞ്ഞവരൊക്കെ എന്ത് ചെയ്തു? ആ സഭ വിട്ടുപോയി. പിന്നെ അറിയാത്തവരൊക്കെ ഇപ്പോഴും വീണ്ടും അതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ തട്ടിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം മുങ്ങിയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറേ വിശ്വാസികൾ വിശ്വാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ എനിക്കറിയാം ഒത്തിരി പേരുണ്ട്, എന്താ പറയുക, റിയൽ എസ്റ്റേറ്റിലോട്ട് സ്ഥലം മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്തുള്ള ആൾക്കാർ പൈസ കൊടുത്തിട്ട് 40 ലക്ഷം, 42 ലക്ഷം, 45 ലക്ഷം, 60 ലക്ഷം ഒക്കെ പറ്റിച്ചെടുത്ത് ഒരുപാട് ബിരുദന്മാർ ഇന്നും പാസ്റ്ററാന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ഗോളത്തിൽ വിലസുന്നുണ്ട്. അങ്ങനെ കുറേ പേരെ എനിക്കറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ, ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ബിസിനസ്സുകൾ ഉണ്ടാകത്തില്ല. അവർ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചവരാണെങ്കിൽ അവർ ആ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടിയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബം പോറ്റാനുള്ള ജോലിക്ക് വേണ്ടി പോകുന്നവരായിരിക്കും. അല്ലാതെ ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുക, കല്യാണ ബ്രോക്കറുടെ വേഷം കെട്ടുക, ഇങ്ങനെയുള്ള സൈഡ് ബിസിനസ്സുകൾ നടത്തുന്നവരെ ഓർത്തു അവരൊന്നും ഒരിക്കലും ആത്മീയരായ പാസ്റ്റർമാരല്ല. അവരിങ്ങനത്തെ കച്ചവടത്തിന് നിൽക്കത്തില്ല. ഇങ്ങനത്തെ കച്ചവടത്തിന് നിൽക്കുന്ന ഏതെങ്കിലും പാസ്റ്റർമാരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഓർത്തോ, അവരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, അവരിൽ വ്യാപരിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ആത്മാവാണ്. അവരും കുടുങ്ങും, നിങ്ങളും കുടുങ്ങും. അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. അതുകൊണ്ട് ആത്മീയത്തിൻ്റെ വേഷം കെട്ടി നടക്കുന്ന എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇനി അത് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. ഇനി പണം ഇരട്ടിപ്പിക്കുന്ന പാർട്ടികളുണ്ട്, അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ നേരായ രീതിയിൽ ഉണ്ടാക്കുന്ന പൈസ അത് നേരായ രീതിയിൽ തന്നെ വിനിയോഗിക്കുവാനും നേരായ രീതിയിൽ സമ്പാദിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ വളഞ്ഞ വഴി തേടി പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? മുഴുവൻ നഷ്ടമാകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പണത്തിനോട് ഒത്തിരി അത്യാഗ്രഹം ഉള്ളവരായി ജീവിക്കാതെ അത്യാവശ്യം ആയിട്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി ആത്മീയരുടെ വേഷം കെട്ടി വരുന്ന പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവർക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. കാരണം ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇനി തീരെ നമ്മൾക്ക് അത്രയങ്ങ് വിശ്വാസം കയറി അങ്ങ് ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കും എന്ന് വെച്ചാൽ വ്യക്തികളോടുള്ള വിശ്വാസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വ്യക്തികളെ ഭയങ്കരമായിട്ട് വിശ്വാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നിയമപരമായ രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവരത് തന്നില്ല എങ്കിൽ നിയമപരമായി നമ്മൾക്ക് നീങ്ങുവാൻ പറ്റുന്ന മേഖലകളിലൂടെ മാത്രം അവർക്ക് നമ്മൾ കൊടുക്കുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ചെക്കായിട്ട് കൊടുക്കുക. ആ ചെക്കിൻ്റെ സിറോക്സ് കോപ്പി എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി അതുകൂടാതെ നമ്മളിപ്പം ഗൂഗിൾ പേ ആണെങ്കിൽ അത് നമ്മൾ കൊടുക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് വെക്കുക. ഇനി കൊടുക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലോട്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. അല്ലാതെ വേറെ വ്യക്തികളിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഇവൻ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറയും. ഓർക്കുക, നമ്മൾ കേസിനും കാര്യങ്ങൾക്കും പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കോടതിയിൽ വേണ്ടുന്നത് തെളിവുകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് അവർക്ക് വേണ്ടുന്നത്, അല്ലെങ്കിൽ വ്യക്തികളെ സാക്ഷികളാണ് വേണ്ടുന്നത്. അല്ലാത്തതൊന്നും അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. ഇനി അത്ര നമ്മൾക്ക് ഒത്തിരി കയ്യിൽ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കടം കൊടുക്കുന്ന ആൾക്കാരോടാണ് ഞാനിത് പറഞ്ഞത്. മാക്സിമം നമ്മൾ എന്താണ് ഇതുപോലെയുള്ള എന്താ പറയുക സൈഡ് ബിസിനസ് നടത്തുന്ന പാസ്റ്റർമാർക്ക്, അവർ നന്നായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്, അവരൊരിക്കലും വിശ്വാസികളെ പറ്റിക്കുവാനായിട്ട് വരത്തില്ല. ഓക്കെ, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോവുക. കാരണം നമ്മൾ വിചാരിക്കും ആത്മീയത്തിൻ്റെ അല്ലേ, വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അന്ത്യസമയമാകുമ്പോൾ, അന്ത്യസമയമല്ല അല്ലെങ്കിലും എന്താണ്, കള്ളപ്രവാചകന്മാരും കള്ള അപ്പസ്തോലന്മാരും ഒക്കെ എഴുന്നേൽക്കും. അതുകൊണ്ട് നമ്മളെ തെറ്റിച്ച് കളയുവാനായിട്ട്
ഇവർ പല വിധത്തിലും പല വേഷങ്ങളും കെട്ടി. ഓർക്കുക, 40 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ വെച്ച ഒരുത്തനാണ്. അവനിൽ ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ അവനിൽ അല്ലേ, അവിടെ പറയുന്ന ഒരു മെസ്സേജെങ്കിലും ആ പുള്ളിയുടെ ഹൃദയത്തിലൊന്ന് തട്ടുമായിരുന്നു. ഒന്നും തട്ടിയില്ല. പുള്ളിക്ക് മാനസാന്തരം വന്നില്ല. കുറേ ആൾക്കാരെ വിളിച്ച് പ്രസംഗിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്രയും പേരവിടെ പ്രസംഗിച്ചിട്ട് ഈ വ്യക്തിയുടെ ഒന്ന് ഹൃദയത്തിൽ ഒരു മാനസാന്തരവും ആ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. ഓർക്കുക, നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ചുമ്മാ കുറേ പേരിന്ന് പോസ്റ്റർ അടിച്ച് 21 ദിവസം, 80 ദിവസം, 100 ദിവസം ഫാസ്റ്റിങ്, 40 ദിവസം ഫാസ്റ്റിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും എല്ലാം കുറേ ബോർഡ് വെക്കും. എന്നിട്ട് അങ്ങോട്ട് നമ്മൾ ഫ്ലെക്സ് വെക്കും. എന്നിട്ട് അങ്ങോട്ട് എല്ലാവരും ഓട്ടമാണ്, കൂട്ടയോട്ടമാണ് അവിടെ ഏതാണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഓർക്കുക, അവിടെയല്ല സംഭവിക്കുന്നത്. നമ്മൾ പോകുന്ന സഭയിൽ നമ്മൾ പോവുക. ഇനി അതല്ല എങ്കിൽ നല്ല ദൈവദാസന്മാർ അത്രയും നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ സഭകളിലോട്ടൊക്കെ നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ പോകാവുള്ളൂ. ഓർക്കുക, ഇനി എന്താണ് ഇൻസ്റ്റൻറ്റ് വിടുതലുകൾ എവിടെയും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ജീവിതത്തിൽ വചനപ്രകാരം നമ്മൾ ക്രമീകരണം ഏറ്റെടുത്ത് നമ്മൾ ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഫാസ്റ്റിംഗ് എന്താ പറയുക, മഹാ ഉത്സവങ്ങൾക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മളിരിക്കുന്ന പായിൽ തന്നെ, അതായത് നമ്മുടെ പ്രാർത്ഥന പായിൽ തന്നെ ഇറങ്ങി വന്ന് നമ്മൾക്ക് വിടുതൽ തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇതുപോലെയുള്ള കുരുക്കുകളിൽ ചെന്നുപെട്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സാമ്പത്തികം നിങ്ങൾ നഷ്ടമാക്കരുത് എന്നൊരിക്കൽ കൂടെ പറയുകയാണ്. നമ്മൾ കുറച്ച് ബോധം വേണ്ടേ? നമ്മൾ എന്തിനാണ് പൈസ കൊടുത്താൽ നമ്മൾക്ക് കിട്ടുന്നതല്ല അഭിഷേകം. പൈസ കൊടുത്താൽ നമ്മൾക്കറിയാം, അല്ലേ, അപ്പസ്തോലന്മാരുടെ അടുത്ത് പൈസയ്ക്ക് ചെന്നിട്ട് ഞാൻ ആരുടെ മേലും കൈവെക്കുമ്പോഴും എന്താ പറയുക, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേലും വരണം, അതിനുള്ള കൃപ എനിക്ക് വേണം, അതിനുള്ള ആ ഒരു സിദ്ധി എനിക്ക് വേണമെന്ന് പറഞ്ഞൊരു മന്ത്രവാദി ചെന്നതൊക്കെ കണ്ടു, അല്ലേ? അവിടെ അവർ കൊടുത്ത മറുപടിയും നമ്മൾ കണ്ടു. ഓർക്കുക, ദൈവത്തിൻ്റെ അഭിഷേകത്തെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ, പ്രാർത്ഥനയുടെ മറുപടികളെ ഒരിക്കലും പൈസ കൊടുത്ത് മേടിക്കുവാൻ കിട്ടുന്നതല്ല. ഇനി നമ്മൾ ഒത്തിരി അഭിഷേകത്തിലിരിക്കുന്ന കുറേ പാസ്റ്റർമാർക്ക് കൊണ്ടെന്ന് കുറേ പൈസ കൊടുക്കേണ്ടയും ആവശ്യമില്ല. ഇനി നമ്മൾ കൊടുക്കണം, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പം നമ്മളൊരു ദൈവദാസന്മാരെയൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെ വീട്ടിലോട്ടൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ദൈവദാസന്മാരെ നമ്മൾ വിളിക്കുവാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കണം. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇതുപോലെയുള്ള ചുമ്മാ നമ്മൾ കുറേ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇങ്ങോട്ട് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഒരു ചിന്തയും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നമ്മളുടെ ദൈവം പൈസയുടെ പുറത്ത് കളിക്കുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഫ്ലാറ്റ് ബിസിനസ്, ഇതുപോലെയുള്ള ബിസിനസ്സുകളൊക്കെ ആയിട്ട് വരുന്ന പാസ്റ്റർമാരുടെ കരത്തിലോട്ടോ വിശ്വാസികളുടെ കരത്തിലോട്ടോ നിങ്ങളിങ്ങനെ പൈസ കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നഷ്ടമാക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ പൈസ കച്ചവടവും പാസ്റ്റർ കച്ചവടവും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അവരിൽ വ്യാപരിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ആത്മാവായിരിക്കുമെന്ന് തിരിച്ചറിയുക. കാരണം ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മീയത്തിലായിരിക്കും അവൻ്റെ ദൃഷ്ടി വയ്ക്കുക. അല്ലാതെ രണ്ടിലും കൂടെ വെച്ചിട്ട് അവർക്ക് എന്ന് വെച്ചാൽ രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടി അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദ്രവ്യാഗ്രഹി എന്താ പറയുക, സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ല എന്ന് വെച്ചാൽ പണത്തിനോട് ആർത്തിയുള്ളവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. അത് രണ്ടും രണ്ട് വഴിക്കേ നീങ്ങത്തുള്ളൂ. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം ഉണ്ടാക്കുവാൻ പാടുപെടുന്ന ഏത് ആത്മീയൻ്റെ വേഷം കിട്ടിയവരെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇനി ചിലർ 40 ദിവസം 21 ദിവസം അങ്ങനെ കുറേ ഫാസ്റ്റിങ്ങുകൾ വെച്ച് ഇരിക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവങ്ങ് വല്ലാതെ വ്യാപരിക്കുകയാണ് എന്നും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കാരണം 40 ദിവസം ഫാസ്റ്റിങ് വെച്ച് വലിയ ദേവദാസന്മാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച ആ ചർച്ചിലെ പാസ്റ്ററാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 40 ലക്ഷം, ഒരു വ്യക്തിയുടെ 40 ലക്ഷം കോടികളും കൊണ്ട് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.